ഹായ്, സബ്ജക്റ്റ് ലിയാഖത്ത് അലിയുടെ ആരിഫ് ഹുസൈൻ്റെ ഒരു സംഭാഷണമാണ്. ആരിഫ് ഹുസൈൻ്റെ അല്ല, ലിയാഖത്ത് അലി ആരിഫ് ഹുസൈനെ പറ്റി പറയുന്ന ഒരു സംഭാഷണമാണ്. ഞാനത് 2-3 ദിവസം മുമ്പ് പ്ലേ ചെയ്ത് കേൾപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഈ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും ഈ സംഘി ആരിഫ് പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന പല കള്ളങ്ങളുടെയും ഒരു റിയൽ ഫേസ് ഇതിനകത്തുണ്ട്. ഞാൻ റീസെൻ്റ്ലി ഒരു ഇത് കണ്ടിരുന്നു, ഒരു ഉസ്താദ് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതായത് കാഫറുകളെ കൊല്ലണം എന്ന് ഖുർആനിലുണ്ടത്രേ. ആ ഖുർആനിലുള്ള ആ ഒരു സ്പെസിഫിക് പോർഷൻ കോട്ട് ചെയ്തുകൊണ്ട് കാഫറുകളെ കൊല്ലണമെന്ന് പറയുന്നവരാണ് തീവ്രവാദികളാണ്, കുഴപ്പക്കാരാണ് എന്ന് ഒരേ കള്ളം തന്നെ വീണ്ടും പറഞ്ഞ് വീണ്ടും അത് തന്നെ ഗീബൽസ്യൻ തിയറി എന്ന് പറയും. അപ്പോൾ അത് പറഞ്ഞത് ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ അവർ അതിനൊരു ഉദാഹരണമായിട്ട് കൊണ്ടുവരുന്നത് ജോസഫ് മാഷിൻ്റെ കൈവിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമാണ്. തീവ്രവാദ മെന്റാലിറ്റി ഉള്ളത് എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്. ഈ വിഭാഗം ഒന്നടങ്കം അതാണെന്ന് പറഞ്ഞങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത് ആരിഫിനെ പോലുള്ളവർ. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നിന്നുള്ളവർ തന്നെ ഇവൻ പറയുന്നത് കള്ളമാണെന്ന് തെളിയുന്ന തരത്തിലുള്ള ഒരു വോയിസാണ് ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത്. ഒന്ന് കേൾക്കാം നമുക്ക്. എന്റെ റൂമുകളിൽ സ്ഥിരമായിട്ട് യു വി വരുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യു വി എന്ന് പറയുന്നത് ഉവൈസ് ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ ഇവർക്ക് തന്നെ ഉള്ള വിളിപ്പേരുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള. അപ്പൊ ആ വിളിപ്പേരുകളിലുള്ള ഒരു വ്യക്തിയാണ് അത്. ഓഡിയോ പ്ലേ ചെയ്തു, ഇസ്ലാമിന്റെ ഒരു വീക്ഷണം എന്നുള്ള രീതിയിൽ. ഞാൻ ഓഡിയോ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ യുവിനോട് ചോദിച്ചു, യുവി ഇപ്പൊ ഈ പറഞ്ഞു കേൾപ്പിക്കുന്നത് ആരുടെ ഓഡിയോ ആണെന്ന് ചോദിച്ചു. ഇത് പറഞ്ഞ ഉസ്താദിന്റെ പേര് അല്ലെങ്കിൽ ഇത് ആരുടെ നരേഷൻ ആണ്? അല്ല, അത് അതെനിക്ക് അറിയില്ല, അതെനിക്ക് വേറെ കിട്ടിയതല്ല. പിന്നെ റെഫറൻസ് സോഴ്സ് എടുത്തിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ, കാരണം അത്ര മാരകമായ ആക്ഷേപങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അതിന്റെ റെഫറൻസ് കിട്ടണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ യുവിനെ തള്ളി പറയേണ്ടി വരുന്നു. അതിന് മുന്നേ അത് എനിക്ക് ഓട്ടോ തന്നതാണ് പറഞ്ഞു. അതോ എനിക്കത് അയച്ചത്. ഞാനത് പണ്ട് NIA-ലൊക്കെ വർക്ക് ചെയ്തിരുന്ന സാറിന് അയച്ചു കൊടുത്തു. സാറ് പറഞ്ഞു, ഇത് ഈ പ്രസംഗം കേട്ടാൽ അറിയാം, ഇത് IS ആയിട്ട് വന്നു, ഇത് ഡാർക്ക് വെബിൽ കിട്ടുന്ന സാധനങ്ങളാണ്. അതെങ്ങനെ വോയിസിൽ കിട്ടി? ഡാർക്ക് വെബില് ഈ തീവ്രവാദികൾ പറയുന്ന സാധനമാണോ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്? മനസ്സിലായോ? എന്നിട്ട് ആ ഹത്തീബ് ഹുത്തുബ പറയുന്ന ആളുടെ പേര് കണ്ടിട്ട് അയാൾ പറഞ്ഞു, ഇത് IS പോലെയുള്ള തീവ്രവാദികള് മക്കളുടെ പേരിന്റെ കൂടെ അബു ചേർത്തിട്ട് വിളിച്ചിട്ട് പിന്നെ പ്രദേശത്തിന്റെ ഹിന്ദുന്നോ അങ്ങനെയൊക്കെ പറയും. അതേപോലെ അബു ആബിദ് അൽ ഹിന്ദോ അങ്ങനെ എന്തായിരുന്നു. അപ്പോ ഇവൻ എവിടെ നിന്നാണ് ഇത്ര റിസോഴ്സസ് കിട്ടുന്നത്? അപ്പൊ എന്റെ ക്ലബില് അപ്പൊ ഇവന് ഈ റിസോഴ്സസ് കൊണ്ട് കൊടുക്കുന്നത് UVയെ പോലുള്ള മതം പഠിച്ചു എന്ന് പറയപ്പെടുന്ന ഉസ്താഖന്മാരാണ്. മീൻസ് അയാൾ ഉസ്താദാണോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, ബട്ട് അങ്ങനെയുള്ള കുറച്ച് പേരുടെ ഒരു ഇതാണ് പുള്ളിക്കാരനിക്കുള്ളത്. ബേസിക്കലി ഇവൻ ഒരുപാടടുത്ത് തപ്പുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ടെന്നാണ് നിങ്ങളൊക്കെ ഒരുപാട് കണ്ടു കാണും. അപ്പോൾ അത് ഞാൻ വീണ്ടും എടുത്തു വെച്ച് ബോറടിപ്പിക്കുന്നത്. ഞാൻ ഒരുപാടടുത്ത് കണ്ടിട്ടുണ്ട് തപ്പിപ്പറക്കുന്നത്. കാരണം ഇവന് കൃത്യമായിട്ട് എന്താണ് അതിനകത്തുള്ളതെന്നൊന്നും അറിയത്തില്ല. ജാമിത പറഞ്ഞു കൊടുത്തതാണ് മുഹമ്മദ് നബിയുടെ ഉമ്മയുടെ കുറേ ചരിത്രങ്ങളൊക്കെ ജാമിത പറഞ്ഞു കൊടുത്തതാണ്. ജാമിത ഇത് വായത്താളത്ത് എന്ന് പറയുന്നതല്ലാതെ കൃത്യമായി ആരടുത്തും ഇരുന്നു കൊണ്ട് അവള് വരത്തില്ല. ആ വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പിടിവിടും. ഈ പ്രസ്തുത കോട്ട്, അതായത് ഇപ്പൊ ഈ പറഞ്ഞ സംഗതി ഇത് ആരാണ് പറഞ്ഞെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ അത് ഏതാണെന്നും ഞാൻ അതും കൂടി ഒന്ന് കേൾപ്പിക്കാം. മതം ഉപേക്ഷിച്ച മറ്റേ ജുമയ കഴിയുമ്പോ ഒരു പ്രാർത്ഥന ഉണ്ടാവും, ഒരു ശാപ പ്രാർത്ഥന. അതിനാമീം പറയാറുണ്ടോ? ശാപ പ്രാർത്ഥന എനിക്ക് അങ്ങോട്ട് ഓടിയില്ല. എന്താണ് ആ ശാപ പ്രാർത്ഥന? നിങ്ങൾ സുന്നിയാണോ മുജാഹിദാണോ? സുന്നിയാണ്. ഞാനൊരു പ്രാർത്ഥന കേൾപ്പിച്ചുതരാം. اللهم أعز الإسلام والمسلمين وأذل الكفرة والمشركين اللهم دمر أعداء الدين وأهلك الزنادقة والملحدين. കേട്ടോ? കേട്ടു. ഇത് ആമീൻ പിടിക്കാറുണ്ടോ? ആമീൻ പറയാറുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഇതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാവോ? നിങ്ങളോടാ ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് അറിയുമെന്നാ ഞാൻ ചോദിക്കണേ. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? എനിക്കറിയത്തില്ല. പിന്നെ നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മറ്റു മതങ്ങളെ ബഹുമാനിക്കാറുണ്ടെന്ന് പറഞ്ഞത്? ഇതിന്റെ അർത്ഥത്തിൽ എന്താണെന്നറിയോ? എന്താന്നാ ബഹുദൈവ ആരാധകരെയും അതുപോലെ കാഫിറുകളെയൊക്കെ നാണം കെടുത്തണേ, അവരെ പരാജിതരാക്കണേന്നാണ് ഈ പ്രാർത്ഥിച്ചത്. അതുപോലെ എത്തീസ്റ്റുകളെയും അതുപോലെ മതം ഉപേക്ഷിച്ച ആളുകളെയൊക്കെ നശിപ്പിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. ഞാൻ ഇതിന്റെ അർത്ഥം ഒരു പ്രാവശ്യം എന്താ പറയാ, സത്യം പറഞ്ഞാല് അറിയുന്നതാണ് എനിക്ക്. എന്നിട്ടെന്താ എന്നിട്ട് പിന്നെ ആമീൻ പിടിച്ചത് എന്തിനാ? നീ ശരിക്കും മണ്ടനോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാം? ആമീൻ പറഞ്ഞോ നിങ്ങൾ? ഞാൻ ആമീൻ പറഞ്ഞു. ആമീൻ എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? ആമീൻ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കണേ.
കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ഇത് ട്രോളി അവൻ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിനെയാണ് ലിയാഖത്ത് അലി നേരത്തെ പറഞ്ഞത്. അപ്പൊ അത് ഇനി നിങ്ങൾ ലിയാഖത്ത് അലിയുടെ വോയിസ് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. എന്റെ റൂമുകളിൽ സ്ഥിരമായിട്ട് യുവി വരുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം യുവി ഒരു ഓഡിയോ പ്ലേ ചെയ്തു, ഇസ്ലാമിന്റെ ഒരു വീക്ഷണം എന്നുള്ള രീതിയിൽ. അത് ഞാൻ ആ ഓഡിയോ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ യുവിനോട് ചോദിച്ചു, യുവി ഇപ്പൊ ഈ പറഞ്ഞു കേൾപ്പിക്കുന്നത് ആരുടെ ഓഡിയോ ആണെന്ന് ചോദിച്ചു. ഇത് പറഞ്ഞ ഉസ്താദിന്റെ പേര് അല്ലെങ്കിൽ ഇത് ആരുടെ നരേഷനാണ്? അല്ല, അത് എന്നോട് അതെനിക്കറിയില്ല, അതെനിക്ക് വേറെ കിട്ടിയതാണ്. പിന്നെ റെഫറൻസ് സോഴ്സ് എടുത്തിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ, കാരണം അത്രയും മാരകമായ ആക്ഷേപങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അതിന്റെ റെഫറൻസ് കിട്ടണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ യുവിനെ തള്ളി പറയേണ്ടി വരുന്നു. അതിന് മുന്നേ അത് എനിക്ക് ഓട്ടോ തന്നതാണ് പറഞ്ഞു. അതുകൊണ്ട് എനിക്കത് അയച്ചത്. ഞാനത് പണ്ട് NIA-ലൊക്കെ വർക്ക് ചെയ്തിരുന്ന സാറിന് അയച്ചു കൊടുത്തു. സാറ് പറഞ്ഞു, ഇത് ഈ പ്രസംഗം കേട്ടാൽ അറിയാം, ഇത് IS ആയിട്ട് വന്നു, ഇത് ഡാർക്ക് വെബിൽ കിട്ടുന്ന സാധനങ്ങളാണ്. അതെങ്ങനെ വോയിസിൽ കിട്ടി? ഡാർക്ക് വെബില് ഈ തീവ്രവാദികൾ പറയുന്ന സാധനമാണോ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്? മനസ്സിലായോ? എന്നിട്ട് ആ ഹത്തീബ് ഹുത്തുബ പറയുന്ന ആളുടെ പേര് കണ്ടിട്ട് അയാൾ പറഞ്ഞു, ഇത് IS പോലെയുള്ള തീവ്രവാദികള് മക്കളുടെ പേരിന്റെ കൂടെ അബു ചേർത്തിട്ട് വിളിച്ചിട്ട് പിന്നെ പ്രദേശത്തിന്റെ ഹിന്ദുന്നോ അങ്ങനെയൊക്കെ പറയും. അതേപോലെ അബു ആബിദ് അൽ ഹിന്ദോ അങ്ങനെ എന്തായിരുന്നു. അപ്പൊ ഇവൻ എവിടുന്നാണ് ഇത്രയും റിസോഴ്സസ് കിട്ടുന്നത്? അപ്പൊ എന്റെ ക്ലബില് ISന്റെ ഒരു നരേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പം ഇയാളുടെ കൂട്ടുകാരനായിരുന്ന, ഇപ്പൊ ഇവർ രണ്ടുപേരുടെ ചേർന്ന് വേദി പങ്കിടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെ ചേർന്നിട്ടാണ് അതിനിടയ്ക്ക് ഒരു വല്ലാത്തൊരു പോരുമുണ്ട്. അതായത് എച്ച് മുസ്ലിമിന്റെ അധികാരി ഞാനാണ് എന്നുള്ള ജഹള രണ്ടുപേരും കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് വാഴകൾ മൊണ്ണകൾ ഇരുന്നു കൊണ്ട് ഇസ്ലാം മത സമൂഹത്തിനെ അവഹേളിക്കുന്ന തരത്തിൽ തെറ്റായ സാധനങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതിന്റെ 100 റെക്കോർഡിങ്സ് ഞാൻ കൊണ്ടുവന്ന് തരാം. ഇവന്മാര് ഇപ്പം പലരും പറയും, ഈ പറയുന്ന ലിയാഖത്ത് അലി ഭയങ്കര സംഭവമാണ്, അയാള് പിന്നെ ഇതാണെന്ന് പറയും, എന്താ പിന്നെ സംഘിയല്ല, അയാൾ ഭയങ്കര ഷുഡാപ്പിലാണ്. ഒന്നുമല്ല, സംഘികൾക്ക് വടി കൊടുക്കുന്ന ആള് തന്നെയാണ് ഇവനും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു മതവിശ്വാസത്തിൽ നിന്ന് ഇവൻ പുറത്തു പോയി, ഇവന് വേറെ എന്തെങ്കിലും തൊഴിലെടുത്തങ്ങ് ജീവിച്ചാൽ പോരെ? ഇവൻ ഇതിരുന്നുണ്ട് വായ്ത്താളം അടിക്കണത്തിനാണ്. ഇല്ല, കുട്ടികൾ വിളിച്ചു ഇവനെ, പോയോ? ഇല്ല, അവന് അതൊന്നും താല്പര്യമില്ല. അതായത് ഖുർആന്റെ പരിഭാഷ എന്ന രൂപത്തിൽ ഖുർആനിലുള്ള കുറെ കാര്യങ്ങൾ എടുത്തു വെച്ച് പറയുമ്പോൾ എന്താ ഇവൻ ഉദ്ദേശിക്കുന്നത്? മതത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജീവിക്കാൻ സാധിക്കാത്ത വണ്ണമുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസ് അതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കണം, പറയണം. അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ഇസ്ലാമിയത്ത് തലയിൽ കയറിയിട്ട് വല്ല മത തീവ്രവാദികളോ അല്ലെങ്കിൽ ഉസ്താക്കന്മാർ തന്നെ അതിനെ ഇടപെടുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. അതൊരു നല്ലൊരു രീതിയാണ്. ഒരു സോഷ്യൽ റിഫോമർ എന്ന രീതിയിൽ പുള്ളി അത് നല്ല റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മതം വിട്ടുപോയ ഉടനെ പുസ്തകം എടുത്തു വെച്ച് അതിൻ്റെ വിവർത്തനവും അതിൻ്റെ പരിഭാഷയും പറയും. ഇവൻ്റെ അടുത്ത് ആര് ചോദിച്ചത്? അപ്പം ഇത് ആർക്കാണ് ഇത് വടി കൊടുക്കുന്നത്? ഇത് സംഘികൾക്ക് വടി കൊടുക്കുന്നതാണ്. ആണോ അല്ലയോ? സംഘിയാണോ അല്ലയോ എന്നുള്ളതല്ല പ്രസക്തം. സംഘികൾക്ക് കൊടുക്കുന്ന വടിയല്ലേ ഇവൻ്റെ കയ്യിലുള്ളത്. സിമ്പിളല്ലേ? എന്നാൽ ഇതിനകത്തുള്ള ചില പോരായ്മകൾ, ഗോത്രീയതകൾ മാറ്റണമെന്ന് അവനിക്കുണ്ടോ? അവൻ എന്തിനെങ്കിലും ഒന്ന് കക്ഷി ചേർന്നിട്ടുണ്ടോ? ഈ കേസുകൾ എത്രയുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഇതിലെന്തിനെങ്കിലും വേണ്ടിയിട്ട് ഇവൻ പൊരുതിയതായിട്ട് ലിയാഖത്തിന്റെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം ഫലത്തിൽ സംഘികളെ സഹായിക്കുക എന്ന ഉദ്യമത്തിലാണ് ലിയാഖത്ത് അലി ഉള്ളത്. അതേപോലെ തന്നെ ആരിഫ് ഹുസൈൻ പക്ക ക്രിമിനൽ സംഖ്യയാണ്, കട്ട സംഖ്യയാണ്. അവൻ ഇപ്പോൾ ഒരു ഖുർആന്റെ ഒരു കാര്യം ഒരു ഉസ്താദ് പറഞ്ഞതിന്റെ തൊട്ട് താഴെ തന്നെ ഖുർആന്റെ കാര്യം അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്. അതായത് അക്കാലഘട്ടങ്ങളിൽ യുദ്ധമുണ്ടല്ലോ, അക്കാലഘട്ടങ്ങളിലെ ചരിത്രമിൽ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന അതിനകത്തുള്ള ആ ഒരു സംഗതിയെ എടുത്തു വെച്ചിട്ട് ഇന്നത്തെ കാഫറുകളെ കൊല്ലണമെന്ന് പറയുമ്പം രാഹുൽ ഈശ്വർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എത്ര കാഫറുകളെ കൊന്നതായിട്ട് നിങ്ങൾക്കറിയാം? എത്ര പേരെ കൊന്നു? ആരാണിപ്പോൾ കാഫർ? അപ്പോൾ ഇവിടെയാണെങ്കിൽ കാഫറുകളുടെ ഒരു കളരിയല്ലേ, ഇത്ര ശതമാനമേ ഉള്ളൂ ഇസ്ലാമിയർ, ബാക്കിയൊക്കെ മറ്റുള്ളവരാണ്. അവരുടെ അർത്ഥത്തിൽ മറ്റു മതവിഭാഗക്കാർ കാഫറുകളെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ കൊല്ലണമെന്നാണോ പറയുന്നത്? അല്ല. അന്നത്തെ യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ പള്ളികളിൽ ആഹ്വാനം കൊടുത്തിരുന്ന ഒരു കാര്യമാണ് എന്ന് ഇത് ഉസ്താദ് പറയുന്നുണ്ട്, ഇതിന്റെ വിവരണം കൊടുക്കുന്നതാണ്. അതിന്റെ തൊട്ട് താഴെയുണ്ട്, ആരെങ്കിലും മനപരിവർത്തനത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ കാഫിറാണെങ്കിൽ പോലും നമ്മളവനെ ചേർത്ത് പിടിക്കണമെന്ന് അതിന് താഴെയുള്ളതുണ്ട്. അത് പറയത്തില്ല, അതിനെപ്പറ്റി അവൻ മിണ്ടത്തില്ല. പല കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുകയും അതിന്റെ പ്രസ്തുത ഭാഗം മാത്രം. ഇപ്പം പക്ഷെ ഞാൻ നേരത്തെ ഒരു ശ്ലോകം പറഞ്ഞിട്ടുണ്ട്, ലോക സമസ്ത സുഖിനോ ഭവന്തോ. നമ്മൾ ആ ലോക സമസ്ത മാത്രം എടുക്കും. എന്തുകൊണ്ട് അതിന്റെ മുമ്പുള്ളത് എടുക്കുന്നില്ല? അത് അശ്ലീലമാണ് അല്ലേ? ഇവിടെ പശുവിനും ബ്രാഹ്മണനും സുഖമാണെങ്കിൽ എല്ലാവർക്കും സുഖമാണെന്നുള്ള ആ ഒരു
ആ ഒരു ടാഗ് എടുക്കാതെ അതിൻ്റെ ലാസ്റ്റുള്ള പോർഷൻ മാത്രം എല്ലാവരും എടുത്തു വെച്ച് ഉപയോഗിക്കുന്നത് എന്താ? അതിനകത്തുള്ള നന്മയാണ് അവരെടുക്കുന്നത്. എല്ലാ മതത്തിലും ഇത്തരം തിന്മകൾ ഉണ്ടാകും, അല്ലെങ്കിൽ മോശപ്പെട്ട വേർഡിങ്സ് ഉണ്ടാകും. അത് അന്നത്തെ കാലഘട്ടത്തിൽ ഉതകുന്ന രീതിയിലുള്ള എഴുത്തുകളാണ് അതൊക്കെ. അന്ന് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്തോ സംഭവമാണ്, പശുവിനെ കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ പശുവിനും ബ്രാഹ്മണനും സുഖമാണെങ്കിൽ നമുക്കും ഒക്കെ സുഖം വന്നോളൂ. ബ്രാഹ്മണനെ സുഖിപ്പിച്ച് നിർത്തി അവൻ മന്ത്രം ഓതും. ദൈവത്തിനെ അടക്കാൻ ബ്രാഹ്മണന് മാത്രമേ സാധിക്കൂ എന്നാണ് പറയുന്നത്. ബ്രാഹ്മണന് സാധിക്കുമെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണനെ തൂക്കി തലയെ വെച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ദൈവത്തിന് മുകളിലായിരുന്നു ബ്രാഹ്മണൻ എന്ന് പറയുന്ന ശ്ലോകങ്ങൾ വരെയുണ്ട്. അപ്പം അന്നത്തെ സാഹചര്യത്തിൽ അവരത് പറഞ്ഞു. ഇന്നിപ്പോൾ ആരെങ്കിലും അങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണൻ എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടാവും? ഇവിടെ ഇപ്പം സർക്കാർ കൊണ്ട് കൊടുത്ത അവിടെ വീട്ടിൽ ബ്രാഹ്മൺ സ്പെഷ്യൽ ക്ലാസ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്ത് ക്ലാസ്സാണോ എന്തോ, അത് വേറെ എവിടെയെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമെന്തോ ആ കുപ്പി ക്ലാസ്. എങ്കിൽ നമുക്ക് വാങ്ങിക്കാമായിരുന്നു സ്പെഷ്യൽ ക്ലാസ്. അത് വെച്ച് ഉണ്ട വിഴുങ്ങി ഒക്കെ എന്തോ ചത്ത്. പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമ്മളൊരു അസുഖവുമായിട്ട് ബാധിച്ച് അങ്ങോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്ക് അവിടെ ബ്രാഹ്മണന് ഒരു സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ശ്വാസം വലിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ബ്രാഹ്മണന് കൊടുക്കുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിതൊന്നും പറയണ്ട. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ആരിഫ് ഹുസൈൻ ചെയ്യുന്നത് കട്ട സംഗീതരമാണെങ്കിൽ അതിന് ചൂട്ട് പിടിച്ചുകൊണ്ട് അവന് സപ്പോർട്ടീവായി നിന്നത് ലിയാഖത്തിൽ ഇപ്പോൾ വായു തുറന്നൊന്നറിയാമോ? അവൻ്റെ അത്രയും പോലെ ഒരു ഹൈപ്പിലേക്ക് ഇവന് കയറാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഉണ്ടായ അസൂയയിൽ നിന്ന് ഉടലെടുത്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവൻ പുറത്തേക്ക് പറഞ്ഞത്. പുറത്തേക്ക് പറഞ്ഞതുകൊണ്ട് നമുക്കിത് കിട്ടി. ഇവറ്റകൾ എന്താണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കാനുള്ളൊരു അവസരം കിട്ടി എന്നതിനുപരി ഇത് രണ്ടും നല്ല സംഖ്യകൾക്ക് ചൂട്ടുപിടിക്കുന്ന രണ്ടെണ്ണമാണ്. എന്തടിസ്ഥാനത്തിലാണ്? ഇപ്പം ശാസ്ത്ര അവബോധം വളർത്തിക്കൊണ്ടിരുന്ന ശാസ്ത്രീയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന യുക്തിവാദിയാണ് ജബ്ബാർ മാഷ്. അദ്ദേഹത്തിന് ഇതിലേക്ക് കൊണ്ടിട്ടതിൻ്റെ ഒരു മെയിൻ കാരണം തന്നെ വിമർശിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരു വിഭാഗം ജനതയാണ് വിമർശനത്തിൻ്റെ മുകളിൽ അവഹേളനം ഏറ്റുവാങ്ങുന്നത്. അവർ വിമർശിക്കട്ടെ, എല്ലാം വിമർശിക്കാനുള്ള സാധനങ്ങൾ ഞാനും നീയും നിങ്ങളും ഒക്കെ തന്നെ വിമർശനാതീതരല്ല. എല്ലാവർക്കും വിമർശനങ്ങൾ വരും. അത് നമ്മൾ ഉൾക്കൊള്ളണം. തെറ്റാണെങ്കിൽ തിരുത്തണം എന്നതിനപ്പുറം അല്ലാത്ത പക്ഷം അതിനെ പറ്റില്ല, എന്നെ ആരും വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അതാണ് ഇസ്ലാമിന് നേരിട്ട ഇത്. അത് മാത്രമല്ല, അവരെ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല എന്നൊരു ടേം യുവന്മാർക്കും ഉണ്ട് ഉള്ളിൽ. അതുകൊണ്ടാണ് ഇത് കാര്യമായിട്ട് എടുത്തു വെച്ച് ആലോചിക്കുക. ഈ ഒരു പുസ്തകത്തിനെ നമ്മളാരും സീരിയസ് ആയിട്ട് പഠിക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിയത്ത് ഇസ്ലാം കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് സൈലൻ്റായി നമ്മുടെ പാത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മുടെ വിഭാഗത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി അടുത്ത തലമുറയിലേക്ക് വരുന്ന കുട്ടികൾ ഈ മതത്തെ അവഹേളിക്കാതിരിക്കാൻ വേണ്ടി ഇതിൽ ഓരോ മനുഷ്യരും ഇത് പഠിക്കേണ്ട ഗതികേട്ടിലേക്കാണ് ഈ മുച്ചിലീമുകൾ നിങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതൊന്നും പഠിക്കാൻ തയ്യാറല്ല, പക്ഷേ ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ്. കാരണം പഠിച്ചാലേ ഇതിനെ എതിർത്ത് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കമ്പിക്കഥ യൂട്യൂബർ കാമിത ഇരുന്നുകൊണ്ട് പറയുന്ന കേട്ടില്ലേ, പിന്നെ ഒരു ഖുർആൻ്റെ ആയത്ത് പോലും വായിക്കാൻ അറിയാത്തവരാണ് എന്നെ എതിർക്കുന്നതെന്ന്. ഇവളെല്ലാം കലക്കി കുടിച്ചിട്ടിരിക്കുകയാണ്. നീ കലക്കി കുടിച്ചതൊക്കെ ശരി തന്നെ, പക്ഷെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ പറയുക. എന്താണ് മീനിങ്? ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്താണ് അതിൻ്റെ മീനിങ്? അത് കൃത്യമായി പറയുക. ആരും നിന്നെ അടിക്കൂല. അതേസമയം നീ പറയണത് മുഴുക്ക എന്താണ്? നീ പറയണത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവന്മാരും കുഴപ്പം, അള്ളാഹു മാത്രമാണ് നല്ലവൻ, അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങണമെന്നിവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്രിസ്തു മതം എന്ത് ചെയ്യും? ഹിന്ദുക്കൾ എന്ത് ചെയ്യും? സംഘികൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? ഇതാണ് ജാമിദ സെക്ഷൻ. ഇങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മതവിഭാഗത്തിൻ്റെ ഇതാണെന്നും അവർ ദൈവത്തിൻ്റെ നാമത്തിലാണ് എല്ലാം തുടങ്ങുന്നതെന്നും ആണെന്നുള്ളത് ഒരു ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. കമ്പിക്കഥ ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്നത് കമ്പി വർത്തമാനങ്ങളാണ്. അപ്പോൾ അത് കാമിതയുടെ വേല. ഇത് ഇവന്മാർ രണ്ടും കൂടെ മാറിയും തിരിഞ്ഞും ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് ഇരുന്നുകൊണ്ട് കാണിക്കുന്ന കോണ ഇതാണ്. അതിനകത്ത് ഈ രണ്ടുപേരും പരസ്പരം പറയുന്ന ഒരുപാട് വോയിസുകളുണ്ട്. പിന്നെ എന്നെ ഡിബേറ്റിന് വിളിക്കുന്നു. ഞാൻ ഡിബേറ്റിന് പോയി ഞാൻ പണ്ഡിതയല്ല. ഞാൻ സമകാലിക വിഷയങ്ങൾ സംസാരിക്കുന്ന ചർച്ചയ്ക്ക് വെക്കുന്ന വ്യക്തിയാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇസ്ലാം മതവിഭാഗക്കാരെല്ലാം പ്രശ്നക്കാരെന്ന് പറയുന്ന ലിയാഖത്ത് അലിയോടും ആരിഫിനോടുമുള്ള എൻ്റെ ചോദ്യം, ഇവർ അമ്പലത്തിനകത്ത് മസ്ജിദിന്റെ സുനായിരിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നോ, അതോ മസ്ജിദുകൾക്കകത്ത് അമ്പലത്തിന്റെ സുനായിരിക്കണമെന്ന് പറഞ്ഞാണ് നിങ്ങൾ കേൾക്കുന്നത്? നിങ്ങൾ എന്താണ് കേൾക്കുന്നത്? ഇസ്ലാമിയർക്കെതിരെ എന്തും ചെയ്തു കളയാം എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രത്യേക വിഭാഗം രാഷ്ട്രീയം പറയുന്നത് കേട്ടിട്ടും കേൾക്കാതെ ഇരിക്കുന്നത് എന്ത് തരം സോഷ്യൽ റിഫോർമേഷൻ ആണെന്നൊന്ന് പറഞ്ഞു തരാമോ? സംവാദത്തിന് വിളിക്കുന്ന വാഴകളോടാണ് ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംവാദം? എനിക്ക് എൻ്റെ മകൻ 27 വയസ്സായെങ്കിൽ എനിക്ക് എത്ര പ്രായമുണ്ടെന്ന് ഊഹിക്കുക. അത്രയും പ്രായത്തിൽ ജീവിച്ച എനിക്ക് എൻ്റെ മതത്തിനെ കൊണ്ടൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഇല്ല.
ചുറ്റുമുള്ളവർ മതബോധത്തിൽ ഭ്രാന്ത് കയറിയ കുറേ വൃത്തികെട്ടവന്മാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് പറയുക. മതം കൊണ്ട് ബുദ്ധിമുട്ടി എന്ന് പറയാൻ മതം നിങ്ങളെ കടിയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം, ഓരോ മതവും അങ്ങനെ തന്നെയാണ്. ഹിന്ദു മതം ഏറ്റവും നല്ല സംസ്കാരങ്ങളും രീതികളും ഉള്ളതാണ്. 33 കോടി ദൈവങ്ങളെന്ന് നമ്മളവരെ ആക്ഷേപിക്കുന്നു. പക്ഷേ എന്തിലും ദൈവത്തിൻ്റെ നിറം കാണാൻ കഴിയുന്ന ഒരു വിഭാഗം ജനതയാണത്. ഏതിലും ദൈവമാണത്. എന്തിനേയും റെസ്പെക്റ്റോടു കൂടി കാണാൻ കഴിയുന്ന ഒരു വിഭാഗം. അവർക്കിടയിലുള്ള ഏറ്റവും വലിയ പുഴുക്കുത്ത് ജാതീയ വർഗീയതയാണ്. മനുഷ്യനെ തരംതിരിക്കുന്ന രീതി. അതൊഴിവാക്കിയാൽ അവർക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. അത്രയും സന്തോഷപൂർവമായ ഒരു വിഭാഗം തന്നെയാണ്. സന്തോഷമേ ഉള്ളൂ. ക്രൈസ്തവരെ എടുക്കാം, സമാധാനമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ ഇന്നലെ യേശുദേവനെ പറ്റി ഒരു കാര്യം പറഞ്ഞപ്പോൾ താഴെ വരുന്നു കമൻറ്റിൻ്റെ നേരെ, യേശപ്പൻ കുഴപ്പാ, ആടാ യേശപ്പ പെണ്ണും പിടിച്ച് കിടന്ന ആളല്ലേ. എൻ്റെ അറിവിൽ അങ്ങനെയില്ല. റെസ്പെക്റ്റോടു കൂടി നമ്മൾ കാണുന്ന ഒരു മതം ഏതെന്ന് വെച്ചാൽ അത് ക്രൈസ്തവ മതം തന്നെയാണ്. തർക്കം വേണ്ട. അത്രയും റെസ്പെക്റ്റും സമാധാനം തന്നെയാണ് അതിനകത്ത്. ഇസ്ലാം മതം അത് എൻ്റെ മതം, ഞാൻ പഠിച്ചു വളർന്ന, ഞാൻ ജനിച്ച മതം. എനിക്കതും റെസ്പെക്റ്റ് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. എല്ലാം ചേർന്ന് പോകുമ്പോഴാണ് ഭംഗി. എല്ലാം കൂടി ചേർന്ന് പോകുമ്പോഴാണ് അതിൻ്റെ ഭംഗി. അതിൽ ആചാരങ്ങൾ, ഗോത്രീയതകളുണ്ടായി നിർത്തലാക്കണം, കമ്പൽസറി നിർത്തലാക്കണം. അതിന് വേണ്ടിയിട്ട് അതിൽ കഷ്ടപ്പെട്ട, അത് അനുഭവിച്ചവർ മുന്നോട്ട് വന്ന് പറയുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇത് ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിഞ്ഞത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ എഫർട്ട് എടുക്കുക എന്നതിനപ്പുറം ആ വിഭാഗം മുഴുക്ക കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇത് ഏതെങ്കിലും ഒരു തക്കാളി കൂടയ്ക്കകത്ത് ഒരു പുഴുത്ത തക്കാളി ഇരുന്നാൽ ആ തക്കാളി ഇരുന്ന് നാറുമ്പോൾ ആ മുഴുവൻ തക്കാളിയും കുഴപ്പമാണ് എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങനെയല്ല അത്. ആ പുഴുവിനെ എടുത്ത് തൂരെ കളയുക, കഴുകിയെടുത്താൽ ബാക്കി ഫ്രഷാ. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് വേണം. ഇവന്മാർ പരസ്പരം ഇരുന്നു കൊണ്ട് സഹായക സഹകരണ സംഘമുണ്ടാക്കി ഇസ്ലാമിക വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഇവന്മാർ ഇസ്ലാമിനെ ഉപയോഗിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. കമ്പിക്കഥ യൂട്യൂബർ കാമിതയായാലും ആരിഫായാലും സംഘി ആരിഫായാലും വാണം ലിയാക്കത്തായാലും എല്ലാ അവന്മാരും ഇസ്ലാമിനെ ഉപയോഗിച്ചാണ് തിന്നുന്നത്. ഇവന് വേറെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ? വേറെ എന്തെങ്കിലും ടോപ്പിക്കിൽ ആധികാരികമായി ഇവന്മാർക്ക് സംസാരിക്കാൻ അറിയുന്നു? ഇവന്മാർക്കുണ്ടോ അങ്ങനെ ഒരു സബ്ജക്റ്റ്? ഇല്ല. ഇവന്മാർ പറയുന്ന ഇസ്ലാം കുഴപ്പം അത് മഹ്മേ ഇങ്ങനെയൊക്കെ വായിക്കാത്ത കൊണയിട്ട് വർത്താനം പറയുമ്പോഴത്തേക്ക് നീയൊക്കെ പണ്ഡിതനാണെന്നാണ് വിചാരം. ഒരു പണ്ഡിതൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയാമോ? അറിവിൻ്റെ നിറകുടമായിരിക്കണം. പഠിച്ചാൽ തീരില്ല എന്ന് പറയുന്നവരാണ് പണ്ഡിതരാകേണ്ടത്. അല്ലാതെ ഞാനെല്ലാം തികഞ്ഞവനാണ്, ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞിരിക്കുന്നവൻ പണ്ഡിതനല്ല, മന്ദബുദ്ധിയ, അല്പബുദ്ധിയ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇതിൻ്റെ വോയിസ് റെക്കോർഡ് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാനത് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഒരുപാട് മെസ്സേജുകളുണ്ട്, ഒരുപാട് വോയിസുകൾ എൻ്റെ കയ്യിലുണ്ട്. തർക്കബുദ്ധിയുമായിട്ട് അവന്മാർ ഇറങ്ങത്തില്ലെന്ന് എനിക്കറിയാം. ഉണ്ടെങ്കിൽ ഞാൻ തരാം. പിന്നെ സംഘടന ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ തലപ്പത്ത് കയറുന്ന സ്ത്രീകളെ അവഹേളിക്കുന്ന വൃത്തികെട്ട ജന്മമായ ലിയാക്കത്ത്, അവൻ കാണിക്കുന്ന അവഹേളനത്തിന് ആദ്യം മറുപടി അറിയുക. അവൻ്റെ വീട്ടിലും പെണ്ണുങ്ങളുണ്ട്. അവൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ ഇതുപോലെ ആരെങ്കിലും എടുത്തു വെച്ച് പൊതുസമൂഹത്തിൽ അവഹേളിച്ചാൽ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യും? മിണ്ടാതിരിക്കുമായിരിക്കും. ഞങ്ങളൊക്കെ കണ്ട നല്ലത് പറയും. സുറുമിയെ ഇട്ട് വൃത്തികെട്ട രീതിയിൽ അവഹേളിച്ചിട്ട് ഇസ്ലാം സ്ത്രീ പ്രശ്നമാണ്, ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ് എന്നിരുന്ന് കൊണ പറയരുത്. ആദ്യം നിന്റെ ഉള്ളിലുള്ള ആ സ്ത്രീ വിരുദ്ധത നീ മാറ്റുക. എന്നിട്ട് നീ നന്നാവാൻ നോക്ക്. നീ ആദ്യം നന്നാവടാ, എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങുക. അപ്പം ആരിഫ് കിണ്ണാപ്പി സംഖ്യയാണെന്നുള്ളതിൻ്റെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. എവിഡൻസ് ആണ് കൊണ്ടുവച്ചത്. ICS പോലുള്ള സംഘടനകളുമായിട്ടുള്ള ബന്ധമുള്ള മിടുക്കന്മാരുമായിട്ടാണ് അവൻ്റെ സഹവാസം. NIA പിടിക്കേണ്ടത് ഇവിടെയുള്ള സാധാരണ മുസ്ലിം അല്ലേ, ആരിഫിനെയാണ്. കാരണം അവനിക്കാണ് അവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ലിങ്കും ഉള്ളത്. അവർ കൊടുക്കുന്ന സാധനം ഇവരുടെ തലയിൽ കൊണ്ടടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്വന്തം വിഭാഗക്കാരെ തല്ലാനും കൊല്ലാനും വെട്ടാനും വേണ്ടി, അവർ തീവ്രവാദികളായി മുദ്ര കുത്താനും വേണ്ടിയിട്ടുള്ള നരേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ തക്കവണ്ണമുള്ള സാധനങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ഉദ്യമത്തിൽ ഇറങ്ങി നിൽക്കുന്ന മറ്റാരുമല്ല, സംഘിയായവൻ തന്നെയാണ്. ഇവൻ്റെ അപ്പൻ കറക്റ്റ് പറഞ്ഞാൽ ആ ടീച്ചറെ പിടിച്ച് കുലുക്കിയാൽ അറിയാം ഏതോ വാനര സംഘിക്കുണ്ടായവനാണ്. അതിൽ തർക്കമേ ഇല്ല. കൂടുതൽ വീഡിയോസ് കൂടുതൽ വോയിസുമായി വീണ്ടും കാണാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.